ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചെയ്യുന്നത് പപ്സ് ആണ്. നമ്മൾ കാനഡയിൽ പപ്സ് ഉണ്ടാകാൻ ഒരു 16 പപ്സാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ മുട്ടയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മറ്റേ കവർ ചെയ്യണ ആ പേസ്ട്രിയൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ, ഗ്രേവി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രേവി നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഓരോ മുട്ട വെച്ച് ഗ്രേവി വയ്ക്കുന്നു, മുട്ട വയ്ക്കുന്നു. ഇത് നമ്മൾ പശയായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇത് നമ്മൾ മുട്ടയുടെ ആ വെള്ളയാണ്, നമ്മൾ മറ്റേ മഞ്ഞ മാറ്റിയിട്ട് വെള്ള മാത്രമാണിത്. ഇത് വേണം ഇതിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പ് നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് എല്ലാവിടവും തേച്ച് പിടിപ്പിക്കുകയാണ്. ഇത് ചെയ്യുന്നത് കെവിനാണ്. കെവിൻ തന്നെ മെയിനിൽ. വേറെ എന്തെങ്കിലും പറയാനുണ്ടൊക്കെ ഇതല്ലാണ്ട് വേറെ ഇതൊക്കെ ഞാൻ ഇടും. ഇതൊന്നും ഞാൻ കളയത്തില്ല കെവിനെ. കിടക്കണം. അപ്പോൾ കഴിച്ച് നമ്മൾ 16 കേട്ടോ. നമ്മൾ 10 മുട്ടയുണ്ട്. അപ്പോൾ മൊത്തം 20 മുട്ടയുണ്ട്. പക്ഷെ നമ്മുടെ ഇത് ആകെ 16 ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 16 ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ നമ്മുടെ കളി നടക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മുട്ടയൊക്കെ നമ്മൾ ഗ്രേവി മുട്ടയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ടാണ് വീഡിയോ കണ്ടത്. നമ്മൾ ഗ്രേവി വെച്ച് മുട്ട വെച്ച് ഇനി നമ്മളിതിൻ്റെ ചുറ്റും നമ്മൾ ആ മുട്ടയുടെ ഇത് കഴിച്ചിട്ട് നമ്മളിനി ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഞാൻ കറക്റ്റ് വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീട്ടിലും ട്രൈ ചെയ്യാം ഗൈസ്. വെറുതെ പുറത്ത് പോയി പപ്സ് ഒന്നും വാങ്ങരുത്. നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കുക. ഓക്കെ ഗൈസ്, ഞാൻ ഇപ്പോൾ വീഡിയോ കാണിച്ചു തരാം ഗൈസ്. ഇപ്പം നമ്മൾ ഇത് മുട്ടയുടെ വെള്ളയാണ്. നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ ചുറ്റും ഒന്ന് തേച്ച് കൊടുക്കണം. നമ്മൾ ഈ പശ തേക്കണ പോലെ ചുറ്റും തേക്കണം. ഇതുപോലെ ഓരോന്നും നമ്മൾ തേച്ച് പോകും. ഇത് തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ, ഇതിപ്പോൾ ശരിയായിട്ടില്ല, ഇത് നമ്മൾ ഫസ്റ്റത്തെ ഒന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷെ ബാക്കിയുള്ളതാണ് കറക്റ്റ് പപ്സിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യാൻ പോണേ. നമ്മളിത് വെച്ചിട്ടും നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല. വെച്ച് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ടൊരു സംഭവം ഉണ്ട്. അത് വീഡിയോ ഫുള്ള് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മടക്കണ പരിപാടികളൊക്കെ കഴിഞ്ഞു. മടക്കം അത്ര റെഡി ആയിട്ടില്ലെങ്കിലും ഏതാണ്ടൊക്കെ നമ്മൾ മടക്കി ഈ രീതിയിൽ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു സെറ്റ്. പിന്നെ ഇതാണ് അടുത്ത സെറ്റ്. ഇനിയാണ് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു സംഭവം. ഇതിൻ്റെ മേലെ നമ്മൾ ലൈറ്റായിട്ടൊന്ന് തടവി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യണോണ്ട് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ കുറച്ചുകൂടി ക്രിസ്പി ആവും. അതുപോലെ എല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നോളും, തുറന്നു പോകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ബേക്ക് ചെയ്യുമ്പോഴേ തുറന്നു പോലോ. അപ്പോൾ കാര്യം നമ്മളങ്ങനെ 350 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് നമ്മളിത് സാധനം ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അറിയില്ല ഇത് ഫ്ലോപ്പ് ആവോ അതോ എങ്ങനെയായിരിക്കും. നമുക്ക് എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് അറിയാൻ പറ്റും എന്താണ് ഇതിൻ്റെ അവസാനമുള്ള അവസ്ഥ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പപ്സ് നമ്മൾ ഏകദേശം സംഭവം റെഡി ആവാറുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 35 മിനിറ്റോളം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. ഇത് കണ്ടത് അപ്പോൾ ഗൈസ് അത്രയ്ക്കാണ് ആയേക്കണേ. ഇനി ആവാനുണ്ട്. നമ്മളപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി വെച്ചേക്കാണ്. കറക്റ്റ് ഗോൾഡൻ കളറാണ്, എന്നാലാണ് അതിൻ്റെ ആ ഒരു ക്രിസ്പിയും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് ഞാൻ പറയാം എത്ര മിനിറ്റ് കറക്റ്റ് വെക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം. പിന്നെ എയർ ഫ്രയറിൽ വെച്ചാൽ കുറച്ച് നേരം വെച്ചാൽ മതി. പക്ഷെ നമുക്ക് ഇത്രയും ഉള്ളതുകൊണ്ടും നമ്മുടെ എയർ ഫ്രയർ ചെറുതായതുകൊണ്ടും നമ്മൾ ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, വെയിറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ പപ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. പപ്സ് ഷേപ്പ് ഒന്നും റെഡി ആയില്ലെങ്കിൽ പോലും ഏതാണ്ടൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. തൊടുമച്ചേക്കണുണ്ടോ? ഇനി ഞാൻ കഴിക്കുമ്പോൾ വെച്ചേക്കും ആ ക്രിസ്പിയുടെ. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെ 16 പപ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ ഏകദേശം ഒരു 45 മിനിറ്റോളം വെക്കേണ്ടി വന്നു. അത് 350 ഡിഗ്രി ആയതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ കഴിക്കുന്ന വീഡിയോ നമുക്ക് കാണിച്ചാൽ ഗൈസ്. പപ്സ് കിട്ടില്ല പപ്സാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ക്രിസ്പിയാണ്, പൊളിയാണ്, ഒരു രക്ഷയില്ല. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം. ഇവിടെ പുറത്തുനിന്നും പപ്സ് വാങ്ങാൻ നിൽക്കല്ലേ. അപ്പോൾ ഓക്കെ ഗൈസ്, ചിയേഴ്സ്.